പ്രിയമുള്ളവരെ, ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നതിന് വഴി താഴെയുള്ള ഗാന്ധി പ്രതിമയുണ്ട്, അവിടെ ഇങ്ങനെ നോക്കി. അപ്പം അതിന് ചുറ്റും കുറേ ബോർഡുകൾ എഴുതി വെച്ചേക്കുന്നുണ്ട്. മുരുകൻ കാട്ടാക്കടയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബോർഡാണ്. അത് എഴുതിയേക്കുന്ന വിചിത്രമായൊരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നു. മനുഷ്യസ്നേഹത്തിന് ഒരു പേരേ ഉള്ളൂ, അത് മാർക്സിസം. മുരുകൻ കാട്ടാക്കടയ്ക്ക് അഭിവാദ്യങ്ങൾ. മാർക്സിസ്റ്റുകൾ ഒരു പയ്യനെ വെട്ടിക്കൊന്നിട്ട് 4 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ മാർക്സിസം തന്നെ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായി ഉയർത്തിക്കാണിക്കുന്നു. പൊതുവെ ഈ ഫാസിസ്റ്റുകളുടെ പൊതു സ്വഭാവം ഇതാണ്. സമാധാനത്തിൻ്റെ മതം എന്ന് പറയുന്നവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തുന്നത്, അക്രമം നടത്തുന്നത്. ഇതുപോലെ തന്നെ ഇന്ത്യയിൽ ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു മതമുണ്ട്, ഹിന്ദു മതം എന്നറിയപ്പെടുന്നത്. ഈ മതമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടത്തുന്നതും അടിച്ചമർത്തുന്നതും. ഫാസിസത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അതിൻ്റെ ഇത്തരം ഒരു പ്രച്ഛന്നവൽക്കരണമാണ്. ഇവിടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹിന്ദുത്വ ഫാസിസത്തെക്കുറിച്ചാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഇന്ത്യൻ രൂപമാണ്. ഹിന്ദു എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദുത്വം എന്ന വാക്കുണ്ടായത്. ഹിന്ദു എന്ന വാക്ക് ഇപ്പോൾ നാം ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് ഒരു മതമല്ല, ഒരു സംസ്കാരമാണെന്ന് അതിൻ്റെ വക്താക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു കുറേയധികം ദൈവങ്ങളിൽ വിശ്വസിക്കുകയും ഒരു ആത്മീയത ഒന്നിലധികമായിട്ടുള്ള ആത്മീയത പ്രക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ ഗ്രൂപ്പാണ് ഹിന്ദു എന്ന പേരിൽ നാം ഇപ്പോൾ അടയാളപ്പെട്ടു. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന പേര് ഉണ്ടായത്, ഒരു മതത്തിന് ഉണ്ടായത് ആ മതത്തിൻ്റെ സമകാലികമായ ഒരു അവസ്ഥയിൽ മാത്രമാണ്. നാം ഇന്ന് ഹിന്ദു എന്ന് പേരിട്ട് വിളിക്കുന്ന മതത്തിൻ്റെ അതിപ്രാചീന കാലത്തെ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഹിന്ദു എന്ന് പറയുന്ന മതത്തിൻ്റെ പ്രാചീന രൂപത്തെ നാം അന്വേഷിക്കുമ്പോൾ അത് ഇൻഡോ ആര്യന്മാരുടെ ഒരു വിശ്വാസ ആത്മീയ രൂപമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിലേക്ക് കടന്നു വന്നു എന്ന് പറയപ്പെടുന്നതും എന്നാൽ കടന്നു വന്നില്ല എന്ന് ചിലർ പറയുന്നുണ്ട്, ചില ചരിത്രകാരന്മാർ അങ്ങനെ പറയുന്നുണ്ട്. ഇൻഡോ ആര്യന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരുടെ പ്രമാണഗ്രന്ഥം വേദങ്ങളായിരുന്നു. ഇർക്കെ, യജുസ്, സാമം, അഥർവ എന്ന് പറയുന്ന 4 വേദങ്ങൾ. ആ വേദങ്ങൾ പ്രമാണമായിട്ടുള്ള അവരുടെ ആ ഇൻഡോ ആര്യൻ സമൂഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ ചാതുർവർണ്ണ വ്യവസ്ഥയായിരുന്നു. പക്ഷേ ഈ വേദങ്ങൾ ഇടയ ജീവിതം നയിച്ചിരുന്ന ഇൻഡോ ആര്യന്മാർക്ക് ഇടയിൽ വേദങ്ങൾ പ്രമാണഗ്രന്ഥമായിരിക്കുകയും ഈ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യാഗം, യജ്ഞം, ഇഷ്ടി എന്നൊക്കെ പേര് അറിയപ്പെടുന്ന കൂട്ടായ ഒരു ആരാധന രൂപത്തിൻ്റെ രീതി അനുവർത്തിക്കുകയും ചെയ്തിരുന്ന ആ ജനങ്ങൾക്കിടയിൽ അന്ന് യഥാർത്ഥത്തിൽ ഈ മതത്തിന് ഒരു പേരുണ്ടായിരുന്നു. ഇതൊരു വിശ്വാസ പ്രസ്ഥാനമായിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ വേദങ്ങൾ പ്രമാണഗ്രന്ഥമായിട്ട് അംഗീകരിച്ചിരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ ഇതിനെ വേദമതം, വൈദിക മതം എന്ന് ചിലർ വിളിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഈ വൈദിക മതത്തിലെ വേദങ്ങളുടെ പ്രാമാണികത ഉയർത്തിപ്പിടിക്കുകയും വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന പുരോഹിത വർഗത്തെ അവർ ഭൂമിയിലെ ദൈവങ്ങളായി മാറിയപ്പോൾ, അവർ ഭൂമിയിലെ ദൈവങ്ങളായി സ്വയം അവകാശപ്പെട്ടപ്പോൾ ആ ബ്രാഹ്മണരെ വിവക്ഷിച്ചുകൊണ്ട് ആ ബ്രാഹ്മണരെ സൂചിപ്പിക്കാൻ വേണ്ടി അവരുടെ മതത്തെ, ബ്രാഹ്മണർ ഉയർത്തിപ്പിടിക്കുന്ന ബ്രാഹ്മണർ പുരോഹിത വൃത്തി ചെയ്യുന്ന ആ മതത്തെ ബ്രാഹ്മണ മതം എന്നും വിളിച്ചു. അങ്ങനെ വേദമതമെന്നും ബ്രാഹ്മണ മതമെന്നും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ വിശ്വാസ ഗ്രൂപ്പിനെ പിൽക്കാലത്ത് 16ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഹിന്ദു എന്ന പേര് ഉണ്ടായത് എങ്ങനെയാണ്? ചരിത്രകാരന്മാർ പറയുന്നത് അത് സിന്ധു എന്ന വാക്കിൽ നിന്നാണ്. സിന്ധു എന്ന വാക്ക് ഇന്ത്യയിലെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകുന്ന, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകുന്ന ഒരു നദിയുടെ പേരാണ് സിന്ധു. മഹാനദിയാണ് സിന്ധു. ഈ സിന്ധു നദിക്കരയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് നാം സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ട, സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് പിന്നീട് ഹിന്ദു എന്ന വാക്കായി വന്നത്. ഇതേക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് അറേബ്യയിൽ
സിന്ധു നദിക്ക് അവർ അൽ ഹിന്ദ് എന്നാണ് പറഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. കാരണം അവിടെ സാ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. അവർ പകരം ഹ എന്ന വാക്കാണ് സിന്ധു നദിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ സിന്ധു നദിക്ക് അപ്പുറത്തുള്ളവർ എന്ന അർത്ഥത്തിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജീവിച്ചിരുന്ന ആൾക്കാർ, സിന്ധു നദിക്ക് അപ്പുറത്ത് കാണപ്പെടുന്ന മുഴുവൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന എല്ലാ ആൾക്കാരെയും കുറിക്കുന്ന ഒരു ജനപദത്തെ കുറിക്കുന്ന ഒരു വാക്ക് എന്ന നിലയ്ക്കാണ് ഹിന്ദു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരു പ്രദേശത്തെ സിന്ധു നദിക്ക് അപ്പുറത്തുള്ള മുഴുവൻ ആൾക്കാരെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നവർ പിന്നീട് അവർ സംസാരിച്ചിരുന്ന ഭാഷയെ ഹിന്ദി എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ഹിന്ദു എന്ന വാക്ക് അങ്ങനെ പ്രചാരമായപ്പോൾ പിന്നീട് ഇന്ത്യയിലേക്ക് മറ്റു മതക്കാർ കടന്നു. ഉദാഹരണത്തിന് ഇസ്ലാം മതം കടന്നു വന്നു, അതിനുശേഷം ക്രൈസ്തവ മതം കടന്നു വന്നു. അപ്പോൾ ക്രൈസ്തവ മതത്തെ, പ്രധാനമായിട്ട് ഇസ്ലാം മതത്തെ അല്ലാത്തവർ, ഇസ്ലാം മതത്തിൽപ്പെട്ടവർ അല്ലാത്തവർ, അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽ അല്ലാത്തവർ, അല്ലെങ്കിൽ പൊതുവായി പറഞ്ഞാൽ വിദേശ മതത്തിൽ പെട്ടവർ അല്ലാത്തവർ വിശ്വസിക്കുന്ന പൊതുവായ ഒരു മതസമുച്ചയത്തെ, മതസമാഹാരത്തെ വിവക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചത്. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പേരായി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് ഹിന്ദു എന്ന പേരിൽ ഇപ്പോൾ നാം അറിയപ്പെടുന്ന ഒരു മതം ഉണ്ടായിത്തീർന്നത്. എന്നാൽ ഈ ഹിന്ദു മതത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ എന്താണ്, ഹിന്ദു മതത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥ എന്താണ്, ഹിന്ദു മതത്തിൻ്റെ ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യം എന്താണ് എന്നൊക്കെ നാം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നാം പോകേണ്ടത് വേദകാലഘട്ടത്തിലേക്ക് തന്നെയാണ്. കാരണം വേദകാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു സാമൂഹ്യ രൂപത്തിന്, ഇതിൻ്റെ ഒരു കോറായിട്ടുള്ള ഒരു സാമൂഹ്യ രൂപത്തിന് ഉത്ഭവം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നാം ഇന്ന് സവർണരെന്നും അവർണരെന്നും പറയുന്നുണ്ട്. ഹിന്ദു സമൂഹത്തിൽ തന്നെ സവർണർ അവർണറുണ്ട്. 4000-നും 6000-നും ഇടയിലുള്ള ജാതി ഉപജാതികളുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം ഇത് വലിയൊരു സമാഹാരമാണ്. ഇവരിൽ നല്ല വർത്താനം പറയുന്ന സംസ്കരിക്കപ്പെട്ട സംസ്കൃതം എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയിൽ നല്ല വർത്താനം പറയുന്ന ആൾക്കാരുണ്ട്. അതേ അവസരത്തിൽ തന്നെ കൊടുങ്ങല്ലൂരിലെ തെറിപ്പാട്ട് പാടുന്നവരും ഹിന്ദുവാണ്. അതായത് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കുന്നതും ഏറ്റവും മാന്യമായി സംസാരിക്കുന്നതും ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വൈരുദ്ധ്യപൂർണ്ണമായിട്ടുള്ള ഒരു സാംസ്കാരികതയാണ് ഹിന്ദു മതത്തിൽ നാം കാണുന്നത്. അതുപോലെ ഏറ്റവും മെച്ചമായ രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്നവരും നഗ്നരായി നടക്കുന്ന സന്യാസികളും ഹിന്ദു മതത്തിലാണ് നാം കാണുന്നത്. അങ്ങനെ വളരെയധികം വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഒരു ജനതയാണ് നാം ഹിന്ദുമതം എന്ന അർത്ഥത്തിൽ കാണാൻ കഴിയുന്നത്. ഇന്ത്യയിലെ ഹിന്ദുമതത്തിൽ ജാതികളുടെ ഒരു രീതി നാം പരിശോധിക്കുമ്പോൾ കുറേ ജാതികൾ സവർണരാണ്, അവർ ദേവതുല്യരായി അവരെ പരിഗണിക്കുന്നു. കുറേ ജാതികൾക്ക് അവർ അവർണരാണ്, അടിമജാതികളാണ്. അടിമജാതികൾ, താഴ്ന്ന ജാതിക്കാർക്ക് കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമുള്ള കാലം വരെ ഏതാണ്ട് 2500 വർഷക്കാലം റോഡിൽ കൂടി പൊതുവഴിയിൽ കൂടി നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അവരുടെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ എല്ലാം ഈ വരേണ്യവർഗം, ഹിന്ദു മതത്തിലെ താഴ്ന്ന ജനവിഭാഗങ്ങൾക്ക് നൽകിയിരുന്നില്ല. അപ്പോൾ ഈ ഹിന്ദുമതത്തിലെ സവർണവർഗം അല്ലെങ്കിൽ വരേണ്യവർഗം അവരുടെ താഴേക്ക് ഹിന്ദുമതത്തിൽ തന്നെ താഴേക്കിടയിലുള്ളവർക്ക് പ്രാഥമിക മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അവസരത്തിലും ഈ വരേണ്യവർഗവും ഈ താഴ്ന്ന ജനവിഭാഗവും ചേർന്ന് സംയുക്തമായിട്ട് ഈ മതത്തെ പരിപോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് ഹിന്ദുമതത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥ ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയാണ്, സ്വയം സമ്പൂർണ്ണമായ വ്യവസ്ഥയാണ്. എല്ലാ തൊഴിൽ ചെയ്യാൻ ആൾക്കാരുണ്ട്, എല്ലാ തൊഴിൽ ചെയ്യാനുള്ള ആൾക്കാർ അതിലുണ്ട്, എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും അവിടെ ആൾക്കാരുണ്ട്. കാരണം എന്താണ്, ഓരോ തൊഴിലും ഓരോ ജാതികൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നു. കുലത്തൊഴിൽ എന്ന രീതിയിൽ ജാതിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഈ ജാതി തൊഴിലുകൾ മാറാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ജാതി തൊഴിലുകൾ ആർക്കും മാറാൻ സാധിക്കില്ല. ഒരുവൻ എങ്ങനെയാണ് ഒരു ജാതിയിൽ ആവുന്നത്? ഒരാൾ പിറന്നു വീഴുമ്പോൾ ജന്മനാ തന്നെ ഒരു ജാതിയിൽ ഉൾപ്പെടുന്നു. ആ പിറന്നു വീഴുന്ന ജാതിയിൽ ഏത് തൊഴിലാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ തൊഴിൽ ചെയ്യാൻ മാത്രമേ അയാൾക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു തൊഴിൽ ചെയ്യുന്നത്, ഒരു ജാതിയിൽ പിറന്നവൻ അയാളുടെ ജാതിക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു തൊഴിൽ, അയാളുടെ ജാതിയുടേതല്ലാത്ത ഒരു തൊഴിൽ ചെയ്യുന്നത് കുറ്റകൃത്യമായിരുന്നു. അത് നിശ്ചിതമായിരുന്നു, കുറ്റകൃത്യമായിരുന്നു. ഇത്തരം ഒരു അവസ്ഥയാണ് പൊതുവിൽ ഹിന്ദു സമൂഹത്തിലുള്ളത്. ഇത്രത്തോളം വൈരുദ്ധ്യപൂർണ്ണമായിട്ടുള്ള ഒരു സമൂഹത്തെ ലോകത്ത് കാണാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ഇത് ചാതുർണ്യമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമെന്ന് അടിസ്ഥാന ഉറവിടമെന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് ചാതുർണ്യം എന്ന് പറയുന്നത്?
ചാതുർവർണ്ണ്യം ഒരു സനാതനമായ വ്യവസ്ഥയെന്നാണ്. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റമില്ലാത്തത് എന്നാണ്. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റമില്ലാത്തത്. എന്തുകൊണ്ടാണ് ചാതുർവർണ്ണ്യം ഒരു സനാതനമായ വ്യവസ്ഥയാണെന്ന് പറയുന്നത്? ചാതുർവർണ്ണ്യം വിശുദ്ധമായ ഒരു വ്യവസ്ഥയാണെന്ന് ഹിന്ദുക്കൾ അവകാശപ്പെടും. എന്തുകൊണ്ടാണ് ചാതുർവർണ്ണ്യം വിശുദ്ധമായ ഒരു വ്യവസ്ഥയാണെന്ന് ഹിന്ദുക്കൾ അവകാശപ്പെടുന്നത്? അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ചാതുർവർണ്ണ്യത്തെ പറ്റിയുള്ള ആദ്യത്തെ സൂചന, ആദ്യത്തെ പരാമർശം നാം കാണുന്നത് ഋഗ്വേദത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണിക ഗ്രന്ഥമായിട്ടുള്ള ഋഗ്വേദത്തിൽ, ഹിന്ദു സമൂഹത്തിൻ്റെ ഒന്നാമത്തെ വേദഗ്രന്ഥമായിട്ടുള്ള ഋഗ്വേദത്തിലെ 90 സർഗത്തിൽ പുരുഷ സൂക്തത്തിലാണ് നമ്മൾ ചാതുർവർണ്ണ്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത്. അതെങ്ങനെയാണ്? അതാണ് അതിൻ്റെ വിചിത്രമായ സംഗതി. ദേവന്മാർ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു മഹായജ്ഞം നടത്തുന്നു. വിരാട് പുരുഷൻ എന്ന് പറയുന്ന ഒരു മഹാസത്വത്തെ ബലിയർപ്പിച്ചുകൊണ്ട് ദേവന്മാർ നടത്തുന്ന ഒരു യാഗത്തിൽ കൂടിയാണ് പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾ ഉണ്ടായതെന്നാണ് പുരുഷസൂക്തം വ്യക്തമാക്കുന്നത്. പുരുഷസൂക്തത്തിലാണ് ഋഗ്വേദത്തിലെ സൃഷ്ടികഥ പ്രതിപാദിക്കുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വിരാട് പുരുഷനെ ബലിയർപ്പിച്ചുകൊണ്ട് ദേവന്മാർ നടത്തിയ യാഗത്തിൽ ഈ വിരാട് പുരുഷനെ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. ആ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നും ബ്രാഹ്മണനും, കൈകളിൽ നിന്നും ക്ഷത്രിയനും, അവൻ്റെ തുടകളിൽ നിന്നും വൈശ്യനും, പാദങ്ങളിൽ നിന്നും ശൂദ്രനും ഉണ്ടായി എന്ന് ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ചാതുർവർണ്ണ്യത്തെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശം, അതിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശം കാണപ്പെടുന്നത് വിശുദ്ധ ഋഗ്വേദത്തിലാണ്. ആ വിശുദ്ധ ഋഗ്വേദത്തിൽ പറയുന്ന പരാമർശം പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ദേവന്മാർ നടത്തിയ മഹത്തായ ഒരു യജ്ഞത്തിലാണ് ചാതുർവർണ്ണികൾ ഉണ്ടാവുന്നത്. അക്കാരണത്താൽ തന്നെ ചാതുർവർണ്ണ്യം വിശുദ്ധമായൊരു വ്യവസ്ഥയാണ്. പിന്നീട് ഈ വ്യവസ്ഥയെക്കുറിച്ചുള്ള മറ്റൊരു പരാമർശം കാണുന്നത് മനുസ്മൃതിയിലാണ്. എന്താണ് മനുസ്മൃതി എന്ന് നമുക്കറിയാം. മനുസ്മൃതി എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യത്തിൻ്റെ ഭരണഘടനയും നിയമസംഹിതയുമാണ്. അപ്പോൾ ചാതുർവർണ്ണ്യത്തിൻ്റെ ഭരണഘടനയും നിയമസംഹിതയുമായിട്ടുള്ള മനുസ്മൃതിയിൽ ഈ സൃഷ്ടികഥ അല്പം വ്യത്യാസപ്പെടുത്തി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണനും, കൈകളിൽ നിന്നും ക്ഷത്രിയനും, തുടകളിൽ നിന്നും വൈശ്യനും, പാദങ്ങളിൽ നിന്നും ശൂദ്രനും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആദ്യം വിരാട് പുരുഷന് എന്ന് പറയുന്ന ബലിമൃഗത്തിൽ നിന്നും ബലിയർപ്പിക്കപ്പെട്ട ആളിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നും ചാതുർവർണ്ണികൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ മനുസ്മൃതി കാലമാകുമ്പോൾ അത് ബ്രഹ്മാവിലെ ആരോപിക്കപ്പെടുന്നു. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മാവ് എന്ന് പറയുന്നത് നാം ഇപ്പോൾ അറിയുന്നത് ത്രിമൂർത്തികളിൽ പെട്ട ഒരു ദൈവമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അത് സൃഷ്ടിയുടെ ദൈവമാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. പക്ഷേ ബ്രഹ്മത്തിൻ്റെ ആദ്യകാലത്തെ അർത്ഥം ഒരു ദൈവം എന്ന അർത്ഥമല്ല. ബ്രഹ്മം എന്ന വാക്കിൻ്റെ ആദ്യകാല അർത്ഥം വേദമെന്നാണ്. വേദങ്ങൾക്ക് പറഞ്ഞിരുന്ന മറ്റൊരു പേരാണ് ബ്രഹ്മം എന്നത്. അതായത് 12 ഒരു ത്രൈവർണ്ണികരായിട്ടുള്ള ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ 3 വർണ്ണങ്ങളിൽപ്പെട്ട ആൺകുട്ടികൾ അവരുടെ ബാല്യകാലം 12 വർഷം വേദം പഠിക്കണമായിരുന്നു. അക്കാലത്ത് അവർ വിവാഹം ചെയ്യാൻ പാടില്ല, ലൈംഗികബന്ധം നിഷേധിക്കുന്നു. അതുപോലെ അവർ ആഹാരം കുറച്ച് കഴിക്കാവൂ, ഗുരുവിനെ പാദപൂജ ചെയ്ത് ജീവിക്കണം. അങ്ങനെ 12 വർഷം കൊണ്ട് വേദം പഠിക്കേണ്ട ഒരു കാലഘട്ടത്തെ അക്കാലത്ത് എന്താ പറഞ്ഞത്? ബ്രഹ്മചര്യം എന്നാണ് പറഞ്ഞത്. ബ്രഹ്മമാർഗത്തിൽ ചരിക്കുന്ന കാലഘട്ടം. അങ്ങനെ ബ്രഹ്മം പഠിക്കുന്ന കാലഘട്ടത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞത്. ബ്രഹ്മം പഠിക്കുന്നവരെയാണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞിരുന്നത്. ബ്രഹ്മത്തെ ഓർമ്മയിൽ സൂക്ഷിക്കുകയും തലച്ചോറിൽ ഓർമ്മയിൽ സൂക്ഷിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുരോഹിത വൃത്തി ചെയ്യുകയും ചെയ്യുന്ന ഇൻഡോ ആര്യൻ സമൂഹത്തിലെ പുരോഹിത വർണ്ണത്തെ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ബ്രഹ്മം എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ച വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ്.
കാരണം ബ്രഹ്മം എന്ന വാക്കിൻ്റെ ആദ്യത്തെ അർത്ഥം വേദമെന്നായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ബ്രഹ്മത്തിന് രണ്ട് അർത്ഥവ്യത്യാസങ്ങളുണ്ടായി. ഒന്ന്, ഉപനിഷത്ത് കാലത്ത് ബ്രഹ്മം എന്ന വാക്ക് ഒരു ഭൗതിക അതീതമായിട്ടുള്ള ഒരു സത്വത്തിൻ്റെ പേരായി മാറി. അതിഭൗതികമായിട്ടുള്ള എന്തോ സത്വത്തിൻ്റെ പേരായി മാറി. എന്നാൽ ദേവന്മാരെ ആരാധിക്കുന്ന രീതിയിലുള്ളവർക്ക് അതൊരു ദേവൻ്റെ പേരുമായി മാറി. ബ്രഹ്മജ്ഞാനികളെന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന നമ്മൾ കാണുന്ന ആൾക്കാർ ബ്രഹ്മത്തെ കാണുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായി തീർന്ന എന്താണോ അതാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത്. എന്നാൽ ത്രിമൂർത്തി സങ്കല്പവുമായി, വിഗ്രഹ ആരാധനയുമായി ബന്ധപ്പെട്ട ത്രിമൂർത്തി സങ്കല്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാർ ബ്രഹ്മത്തെ ഒരു ദൈവം എന്ന അർത്ഥത്തിൽ കാണുന്നു. അപ്പോൾ ബ്രഹ്മത്തെ ഒരു ദൈവം എന്ന അർത്ഥത്തിൽ കാണുന്നവരാണ് ബ്രഹ്മാവ് എന്ന് പറയുന്ന ദൈവത്തെ ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രഹ്മാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുഖത്ത് നിന്നും ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ചതുർവർണ്ണികളുണ്ടായി എന്നൊരു കഥയാണ് ഈ മനുസ്മൃതിയിൽ പറയുന്നത്. മനുസ്മൃതി ഈ ബ്രാഹ്മണ മതത്തിൻ്റെ ഭരണഘടനയാണ്. പിന്നീട് നാം ഈ ചാതുർവർണ്ണ്യത്തെ സംബന്ധിച്ചുള്ള പരാമർശം കാണുന്നത് ഭഗവത്ഗീതയിലാണ്. ഭഗവത്ഗീതയിൽ അർജുനോട് ഭഗവത്ഗീത ഓതുന്ന ശ്രീകൃഷ്ണൻ പറയുന്നു, ചാതുർവർണ്ണ്യ മായാസൃഷ്ടം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ആ സൂക്തത്തിൽ കൂടി പറയുന്നു, ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ചത് ഞാനാണ്, ഈശ്വരനാണ്. അപ്പോൾ ഇൻഡോ ആര്യന്മാരുടെ മറ്റൊരു മഹാഗ്രന്ഥമായിട്ടുള്ള പ്രാമാണിക ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീതയിലും ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. അപ്പോൾ നാം മനസ്സിലാക്കണം, ആദ്യകാലത്ത് വേദത്തിൽ ചാതുർവർണ്ണ്യത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അന്ന് ഇന്ദ്രൻ, അഗ്നി, സൂര്യൻ, ഉഷസ് തുടങ്ങിയ ദേവതകൾക്ക് യാഗം നടത്തിക്കൊണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ യാഗത്തിൽ നിന്നും ചാതുർവർണ്ണ്യം ഉണ്ടായി എന്ന് പറയുന്നു, ചാതുർവർണ്ണികൾ ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ പിൽക്കാലത്ത് AD ആദ്യ നൂറ്റാണ്ടുകളിൽ മനുസ്മൃതിയുടെ സമാഹാരം നടന്ന കാലത്തെ ബ്രഹ്മാവ് എന്ന് പറയുന്ന ദൈവം സജീവമായിരുന്ന കാലത്തെ ബ്രഹ്മാവ് എന്ന് പറയുന്ന ദൈവത്തിൽ നിന്നാണ് ചാതുർവർണ്ണികൾ ഉണ്ടായെന്ന് പറയുന്നു. എന്നാൽ പിന്നീട് കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം ഹിന്ദുമതത്തിൽ സജീവമായ കാലത്ത് കൃഷ്ണൻ പറയുന്നു, ഞാനാണ് ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഈ മൂന്ന് പരാമർശങ്ങൾ, മൂന്ന് ദിവ്യ ഗ്രന്ഥങ്ങളിൽ ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് പറയുന്നു. അക്കാരണത്താലാണ് അത് ഒരു വിശുദ്ധ വ്യവസ്ഥയാണെന്ന് പറയുന്നത്. അക്കാരണത്താലാണിത് സനാതന വ്യവസ്ഥയാണ് പറയുന്നത്. ഈ സനാതന വ്യവസ്ഥ നൂറ്റാണ്ടുകളോളം നിശ്ചലമായ ഒരു കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. ഒരു മാറ്റവും ഉണ്ടാകും. നാം ഈ ശാസ്ത്രത്തിൽ പറയാറുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കിയിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കുന്നതിനോ പുറത്തു നിന്നും ഒരു ഫോഴ്സ് ചെലുത്തണമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയം ഒരു നിശ്ചലമായ അവസ്ഥയിൽ നിൽക്കുന്ന ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്ക് അതിൻ്റെ ആ ചലനത്തെ അത് ചലിപ്പിക്കാൻ പുറത്തു നിന്ന് ഒരു ഫോഴ്സ് ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു ഫോഴ്സ് വന്നത് യൂറോപ്യന്മാരുടെ കടന്നുവരെ കൊളോണിയൽ ഭരണത്തോടു കൂടിയാണ് ഉണ്ടായത്. ഈ കൊളോണിയൽ ഭരണം പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോടുകൂടിയാണ്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ വന്നെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കടന്നു വന്നപ്പോഴുകൂടിയാണ് ഈ നൂറ്റാണ്ടുകളോളം നിലനിന്ന ഈ സനാതനമായ വ്യവസ്ഥയ്ക്ക് മേൽ ശക്തമായ ഒരു പ്രഷർ ചെലുത്തുന്നു. അതിൻ്റെ തകർച്ച കൊടുക്കുന്ന അവിടെ നിന്നല്ല. അത് വാസ്കോഡി ഗാമ കേരളത്തിൽ കോഴിക്കോട് വന്നതോടുകൂടിയാണ് യൂറോപ്യന്മാരുടെ കൊളോണിയൽ ചരിത്രം തുറക്കുന്നതെങ്കിലും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം ഉണ്ടാകുന്നതോടുകൂടിയാണ് അത് ശക്തമായ ഒരു സാന്നിധ്യമായി തീർന്നത്. 1600 ഇംഗ്ലണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാകുന്നത്. 1600 ഡിസംബറിൽ എലിസബത്ത് രാജ്ഞി അവർക്ക് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ പോയി വ്യാപാരം നടത്താനുള്ള ഒരു അവകാശ പത്രം നൽകുന്നു. ആ അവകാശ പത്രത്തിൽ അവർ പറയുന്നത് വ്യാപാരം നടത്താം, ഈ ഇന്ത്യയിൽ പോയി വ്യാപാരം നടത്താം, അതോടൊപ്പം വ്യാപാരത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സൈന്യത്തെ സമാഹരിക്കാനും ആ സൈന്യത്തെ ഉപയോഗിക്കാനുള്ള അവകാശവും കൂടി നൽകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1610 സൂറത്തിൽ ഒരു കച്ചവട കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട്
അവർ പ്രവർത്തനം തുടങ്ങുന്നു. അങ്ങനെ കച്ചവടവും ആ കച്ചവടത്തിന് ആവശ്യമായിട്ടുള്ള യുദ്ധവും ചെയ്യാനുള്ള അവകാശം എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അവർ കച്ചവടത്തോടൊപ്പം ഇന്ത്യയിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടത്തി. 1757 പ്ലാസി യുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലാസി യുദ്ധത്തിലാണ് ബംഗാളിലെ നവാബിനെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യം തോൽപ്പിക്കുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ അടിത്തറവാങ്ങിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്നാണ് പറയുന്നത്. ഈ പ്ലാസി യുദ്ധം കഴിഞ്ഞ് പിന്നീട് കമ്പനി കുറേ കൂടി ശക്തമായ ഒരു ഭരണ സംവിധാനം അവരുടെ അധീന പ്രദേശങ്ങളിലുണ്ടായി. ഒരു ഗവർണറും ഒരു 10-15 കൗൺസിലർമാരും അടങ്ങുന്ന ഒരു സംഘടന, ഒരു ഭരണകേന്ദ്രം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ മേധാവിത്വ മേഖലകളിൽ ഭരണം നടത്തുന്നുണ്ടാക്കി. ഈ ഭരണകേന്ദ്രം കമ്പനിയുടെ അധീന പ്രദേശങ്ങളിലെ സിവിൽ, റവന്യൂ, നീതിന്യായ വിഭാഗങ്ങളിൽ ശക്തമായ പരിഷ്കാരങ്ങൾ നടത്തി. എന്ത് പരിഷ്കാരങ്ങൾ നടത്തിയേ? അവിടെ നിലവിലുണ്ടായിരുന്ന മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയുടെ നിയമവ്യവസ്ഥയ്ക്ക്, അതിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക്, അതിൻ്റെ ചുങ്കം പിരിവിനെ, അതിനെല്ലാം അതീതമായിട്ടുള്ള യൂറോപ്യൻ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലുള്ള പരിഷ്കാരം വരുത്തി. ഇവിടെ മുതലാണ് ഈ പരിഷ്കാരങ്ങൾ വരുത്തിയത് മുതലാണ് ഈ സനാതന ധർമ്മത്തിന്, സനാതനമായ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് ഒരു ഇളക്കം തട്ടുന്നത്. എന്നാൽ പിന്നീട് കമ്പനിയുടെ പ്രവർത്തനം കുറേ കൂടി മെച്ചമാക്കുന്നതിന് വേണ്ടി 1773 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഫലമായി കൽക്കത്തയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നു. കൽക്കത്തയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് ഒരു നിർണായകമായ ഒരു മാറ്റമാണ്. കാരണം കോടതി എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ വ്യവഹാരങ്ങൾ ഒന്നും വന്നിട്ടില്ല. മനുസ്മൃതി പറയുന്നത് ബ്രാഹ്മണരായിട്ടുള്ള 3-5 പേരടങ്ങുന്ന ഒരു സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥ നടത്തുന്നത്. ബ്രാഹ്മണർ ഭൂരിപക്ഷം എന്ന് പറയുന്നു, അതാണ് നീതി, അതാണ് ന്യായം. ആ രീതിയാണ് മനുസ്മൃതി നിയമവാഴ്ചയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യാസമായി ജഡ്ജിമാരടങ്ങുന്ന ഒരു സംവിധാനത്തിലുള്ള കോടതി വ്യവസ്ഥ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ഈ ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. കൽക്കത്തയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നു. പിന്നീട് അതനുസരിച്ചുള്ള നീതിന്യായ വ്യവസ്ഥകളിൽ ശക്തമായ മാറ്റം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റ് മറ്റൊരു ചാർട്ടർ ആക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ആക്ട് ചാർട്ടർ ആക്ട് പ്രകാരം 1813 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലേക്ക് മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി മിഷണറിമാർക്ക് കടന്നു വരാനുള്ള ഒരു അവകാശം നൽകുന്നു. അതോടുകൂടിയാണ് ഇന്ത്യയിലേക്ക് ക്രൈസ്തവ മിഷണറിമാർ വരുന്നത്. ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യയിൽ വന്ന് 2 മാറ്റം ഉണ്ടാക്കും. ഒന്ന്, അവർ മതപരിവർത്തനം നടത്തും. അപ്പോൾ അവർ മതപരിവർത്തനം നടത്തുന്നതിൽ ഈ ഹിന്ദുമതത്തിലെ ജാതി നിയമങ്ങൾക്ക് അടിപ്പെട്ട് വളരെ നികൃഷ്ടമായി ജീവിച്ചിരുന്ന ആൾക്കാർ, താഴ്ന്ന ബ്രിട്ടീഷുകാരുടെ ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി മതപരിവർത്തനം നടത്തുന്നു. അപ്പോൾ അവർക്ക് കുറേയെങ്കിലും മെച്ചപ്പെട്ട ഒരു ജീവിതം ലഭിക്കുന്നു. അതേ അവസരത്തിൽ മിഷണറിമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തും. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അവിടെ ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയാണ് അവർക്ക് വിദ്യാഭ്യാസങ്ങളിൽ പ്രവേശനം നൽകുന്നു. അങ്ങനെ മിഷണറിമാരുടെ പ്രവർത്തനം, ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനം 2 രീതിയും, ഒന്ന് മതപരിവർത്തനത്തിലൂടെയും മറ്റൊന്ന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും ഹിന്ദുമതത്തിലെ താഴ്ന്ന ജാതിക്കാർക്കിടയിൽ പുതിയൊരു ജീവിത അവബോധം സൃഷ്ടിക്കാൻ കാരണമായിത്തീരുന്നു. അതേ അവസരത്തിൽ 1813 ചാർട്ടർ ആക്ട് മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക നിലവാരവും ബൗദ്ധിക നിലവാരവും ഉയർത്തുന്നതിനു വേണ്ടി ശാസ്ത്രവിജ്ഞാനം വളർത്തുന്നതിനു വേണ്ടി, ശാസ്ത്രപ്രചരണത്തിന് വേണ്ടി വർഷം തോറും 1 ലക്ഷം രൂപ നീക്കിവെക്കാൻ ഈ 1813 ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ
പാസാക്കിയ ആക്ട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരാൻ, ആധുനികമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ, ആധുനികമായിട്ടുള്ള ശാസ്ത്ര ജ്ഞാനം വളർത്തുവാൻ അതിനൊക്കെ വേണ്ടി 1 ലക്ഷം രൂപ നീക്കിവെക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുകയും ചെയ്യുന്നത് 1813 ചാർട്ടർ ആക്ടാണ്. മറ്റൊരു പരിഷ്കരണവും ഉണ്ടായിരുന്നു. എന്താണ് അത്? ആ ചാർട്ടർ ആക്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അധീന പ്രദേശങ്ങളിലോ ബ്രിട്ടീഷ് രാജ്യാതിർത്തിക്കുള്ളിലോ നിവസിക്കുന്ന ഏതൊരു വ്യക്തിയെയും മതത്തിൻ്റെയോ ജന്മസ്ഥലത്തിൻ്റെയോ വംശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ അഥവാ ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെയോ പേരിൽ മാത്രം മേൽപ്പറഞ്ഞ കമ്പനിയിൽ ഒരു പദവി വഹിക്കുന്നതിൽ നിന്നോ ജോലി ചെയ്യുന്നതിൽ നിന്നോ തടയാൻ പാടില്ല എന്നൊരു വകുപ്പ് ഈ 1833 ചാർട്ടർ ആക്ടിലുണ്ട്. അപ്പോൾ ഈ ചാർട്ടർ ആക്ട് ഇങ്ങനെ പറയുന്നത് അതൊരു നിർണായകമായ സംഗതിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതുവരെ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഇന്ത്യയിലെ ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജാതി ഏത് ജോലിയാണ് കുലത്തൊഴിലായിട്ട് പറഞ്ഞിട്ടുള്ളത്, ആ ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ ചാർട്ടർ ആക്ട് എന്താണ് പറയുന്നത്? അത് പരിഗണിക്കേണ്ട, അവനെ ഏത് ജാതിയിലാണ് പരിഗണിക്കേണ്ട, അവൻ്റെ വർണ്ണഭേദം പരിഗണിക്കേണ്ട, അവന് എങ്ങനെ അവൻ്റെ ജന്മം എങ്ങനെയാണെന്ന് പരിഗണിക്കേണ്ട, അവൻ്റെ കഴിവിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവന് ജോലി നൽകണമെന്നാണ് ഈ ചാർട്ടർ ആക്ട് പറയുന്നത്. അതേപോലെ അടിമത്തം അവസാനിപ്പിക്കണമെന്നും ഈ ചാർട്ടർ ആക്ട് പറയുന്നുണ്ട്. അടിമത്തം അവസാനിപ്പിക്കണം, അത് വളരെ കാര്യമാണ്. കാരണം അന്ന് ഈ അടുത്ത കാലം വരെ ഈ ഒരു ബ്രിട്ടീഷ് 19ാം നൂറ്റാണ്ട് വരെ കേരളത്തിലേക്ക് അടിമ ചന്തകളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ താമസിക്കുന്ന മല്ലപ്പള്ളി താലൂക്കിലാണ്. മല്ലപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ വളരെ പ്രാചീന കാലത്ത് 19ാം നൂറ്റാണ്ട് വരെ അടിമ ചന്ത നിലനിന്നു. ഇപ്പം ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിൽ അടിമത്തത്തിനെതിരെ പോരാടിയ പൊയ്കേൽ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. പൊയ്കേൽ അടിമത്തത്തിനെതിരെ ജനങ്ങളെ താഴ്ന്ന ജാതിക്കാരെ സംഘടിപ്പിക്കുകയും അതിനെതിരെ ശക്തമായ ഒരു ആത്മീയ രീതിയിലുള്ള പോരാട്ടം നടത്തുകയും ചെയ്ത PRDS എന്ന് പറയുന്ന പ്രസ്ഥാനം, അത് ഈ പത്തനംതിട്ട ജില്ലയിലാണ്. ഇതൊക്കെ ഈ ഹിന്ദുമതത്തിലെ അടിമത്തത്തിനെതിരെ പ്രവർത്തിച്ച ചില സംഘടനകളും ചില രൂപങ്ങളുമൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഹിന്ദുമതത്തിൽ താഴ്ന്ന ജാതിക്കാരെ അടിമകളായി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്നു അടിമത്തം അവസാനിപ്പിക്കണം. എവിടെയാണ്? ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിൽ അടിമത്തം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 1857 ഇന്ത്യയിലെ 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ആ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരുമ്പോൾ 1858 വിക്ടോറിയ രാജ്ഞി ഒരു വിളംബരത്തിലൂടെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഈ ഭരണം ഏറ്റെടുക്കുകയാണ് 1858. അപ്പോൾ ഈ വിളംബരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് വിക്ടോറിയ രാജ്ഞി ഈ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഈ ഇന്ത്യയിലെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഈ വിളംബരത്തിൽ 1858 വിളംബരത്തിൽ വിക്ടോറിയ രാജ്ഞി പറയുന്നത്, സ്വന്തം മതവിശ്വാസങ്ങൾ നമ്മുടെ പ്രജകളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ആഗ്രഹവും അവകാശവും നീതിയുക്തമാണെന്ന് നാം കരുതുന്നില്ല. ആർക്കും യാതൊരു പ്രകാരത്തിലും പക്ഷപാതപരമായ സഹായം നൽകുവാനോ മതവിശ്വാസത്തിൻ്റെയോ ആചാരങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും ദ്രോഹിക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യുന്നത് നമ്മുടെ രാജകീയ പ്രതാപത്തിനും സന്മനോഭാവത്തിനും നിരക്കുന്ന ഒന്നല്ലെന്ന് പ്രഖ്യാപിക്കുന്നു. നേരെ മറിച്ച് എല്ലാവരെയും നാം തുല്യരായി കരുതുകയും നിഷ്പക്ഷമായി നിയമപരിപാലനം നടത്തുകയും ചെയ്യുന്നതാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പ്രജകളുടെ മതവിശ്വാസത്തിലോ ആരാധനാ സമ്പ്രദായത്തിലോ കൈകടത്തരുതെന്നും അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കഠിനമായ മനോവേദന ഉണ്ടാക്കുമെന്നും അവർ നമ്മുടെ കോപത്തിനും കഠിന ശിക്ഷയ്ക്കും പാത്രീഭവിക്കുമെന്നും കഠിനമായി താക്കീത് ചെയ്തുകൊള്ളുന്നു. ആരാണ്? വിക്ടോറിയ രാജ്ഞി 1858 വിളംബരത്തിൽ പറയുന്നതാണ്. ഈ വിളംബരത്തിൽ പ്രത്യേകത, ഇത് ഒരു മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഒരു ഘടനയിലേക്ക് വരുന്നുണ്ട്. മതത്തെ പൊതു കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് മാത്രമല്ല, തുല്യത, എല്ലാവരെയും നാം തുല്യതായി കരുതുന്നു. എല്ലാവരെയും നാം തുല്യതായി കരുതുകയും നിഷ്പക്ഷമായി നിയമപരിപാലനം നടത്തുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. കാരണം എന്താ? അന്ന് മനുസ്മൃതിയുടെ ആധിപത്യം ഉണ്ടായിരുന്ന കാലത്ത് ബ്രാഹ്മണ മതത്തിൻ്റെ നിയമസംഹിതയായിട്ടുള്ള ഭരണഘടനയായിട്ടുള്ള മനുസ്മൃതിയുടെ ആധിപത്യം ഉണ്ടായിരുന്ന കാലത്ത് ആരും തുല്യരല്ല. ഒരു ജാതി മറ്റൊരു ജാതിക്ക് തുല്യരല്ല. ഉദാഹരണത്തിന് ഭൂമിയിലെ ദൈവങ്ങളാണ് ബ്രാഹ്മണർ,
പക്ഷേ ബ്രാഹ്മണർക്ക് തുല്യരായി മറ്റാരുമില്ല. ക്ഷത്രിയൻ എന്ന് പറയുന്ന വിഭാഗം ബ്രാഹ്മണർക്ക് താഴെയാണ്. അതുപോലെ ക്ഷത്രിയന് താഴെയാണ് ശൂദ്രൻ, വൈശ്യന് താഴെയാണ് ശൂദ്രൻ. അങ്ങനെ താഴേക്ക് വരുന്തോറും അവൻ്റെ അഭിമാനം കുറഞ്ഞു, ആ വർണ്ണത്തിൻ്റെ ഓരോ ജാതിയുടെയും അഭിമാനം കുറഞ്ഞു വരും. മുകളിലേക്ക് കയറുന്നതും അഭിമാനവും കൂടിക്കൂടി വരും. അങ്ങനെ തട്ടുകളായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. ചാതുർവർണ്ണത്തിൽ നിന്ന് പിന്നീട് പിൽക്കാലത്ത് ഉത്ഭവിച്ച ജാതി വ്യവസ്ഥയും വിഭാവനം ചെയ്തത്. അതായത് നടപ്പിലുണ്ട്. ഉദാഹരണത്തിന് അത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനാവില്ല. പൊതുവഴി എന്ന് പറയുന്നെങ്കിലും ആ പൊതുവഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർക്കില്ല. താഴ്ന്ന ജാതിക്കാർക്ക് സ്ത്രീകൾക്ക് മാറുമറിക്കാൻ അവകാശമില്ല. ശൂദ്രനായിട്ടുള്ള ഒരു സ്ത്രീക്ക് മാറുമറിക്കാൻ അവകാശമുണ്ടെങ്കിലും ബ്രാഹ്മണൻ അടുത്ത് വരുമ്പോൾ അവൾ ആ മുലക്കച്ച അഴിച്ച് നീക്കണം. അങ്ങനെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം ലോക സമസ്ത സുഖിനോമം എന്ന് പറയുന്ന ഈ മതക്കാർക്കുണ്ടായിരുന്നില്ല. വിവേചനം അതീ അടിസ്ഥാനത്തിൽ ചൂഷണം, ഇതായിരുന്നു ബ്രാഹ്മണത്തിൻ്റെ മുഖമുദ്ര. ഈ ബ്രിട്ടീഷ് ആധിപത്യ പ്രദേശങ്ങളിൽ ആ വിവേചനങ്ങൾക്ക്, ആ ചൂഷണത്തിന് അതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ടുള്ള വിളംബരം ശക്തമായി നടപ്പിലാക്കിയത് ഈ ബ്രിട്ടീഷുകാരായി. ഈ വിളംബരത്തിൽ മറ്റൊരു കാര്യം പറയും, ജാതി മത വർഗഭേദമന്യേ പ്രജകൾക്ക് നമ്മുടെ സർവീസിൽ പ്രവേശനം നൽകപ്പെടുന്നുവെന്ന് നാം ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസം, പ്രാപ്തി, ആർജവം എന്നീ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അവർക്ക് ജോലി നൽകേണ്ടത്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ആദ്യമായി കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും അങ്ങനെയുള്ള താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾക്ക് ഒരാൾക്ക് ജോലി നൽകണമെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ഈ വിക്ടോറിയ രാജ്ഞിയുടെ 1858 വിളംബരമായിരുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ പ്രയോഗത്തിലൂടെ ഈ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിൽ ഈ സനാതന ബ്രാഹ്മണ വ്യവസ്ഥയ്ക്ക് ശക്തമായ മാറ്റമുണ്ടായി, ശക്തമായ തകർച്ചയുണ്ടായി. ആ തകർച്ച ഉണ്ടായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നാം ഇന്ന് പറയുന്ന ഹിന്ദുത്വത്തിൻ്റെ ഒരു തുടക്കമുണ്ടാകുന്നത്. ഹിന്ദുത്വത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആദ്യകാലത്ത് ചില സമാജങ്ങൾ വഴിയാണ് ഉണ്ടായത്. 19ാം നൂറ്റാണ്ടിൽ, അതായത് 1828 ബ്രഹ്മസമാജം എന്ന് പറയുന്ന സംഘടന ഉണ്ടായി. ബ്രഹ്മസമാജം ഉണ്ടാക്കിയത് നമുക്കറിയാം, രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്ന നാം പരിഷ്കർത്താവ് എന്നൊക്കെ വിളിക്കുന്ന മഹാനായ ഒരു വ്യക്തിയാണ്. ബ്രഹ്മസമാജം ഉണ്ടായത് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമായിട്ടുള്ള കൽക്കട്ടയിലാണ്. ഒരു ആത്മീയ സഭയായി രൂപീകരിച്ച സഭയാണ് പിന്നെ ബ്രഹ്മസഭയാവുകയും പിന്നെ ബ്രഹ്മസമാജമായി തീരുകയും. ബ്രഹ്മസമാജത്തെ നാം കാണുന്നത്, ബ്രഹ്മസമാജം യഥാർത്ഥത്തിൽ ബ്രാഹ്മണന്റെ വിശുദ്ധി അംഗീകരിച്ച സഭയാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണന്റെ വിശുദ്ധി അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ രാജാ റാം മോഹൻ റോയ് സ്വയം പൂണൂലണിഞ്ഞവർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ ബ്രഹ്മസമാജത്തിൽ വേദപാരായണം നടത്തിയിരുന്നു. ഈ വേദപാരായണം നടത്തുമ്പോൾ ആ വേദപാരായണം നടത്തുന്നത് ബ്രാഹ്മണർ മാത്രമായിരുന്നു. അവർക്ക് അവകാശം ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ കൊണ്ട് വേദപാരായണം നടത്തിയില്ല. അങ്ങനെ ബ്രാഹ്മണരുടെ വിശുദ്ധി അംഗീകരിക്കുമ്പോൾ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും അതുപോലെ വിധവാ വിവാഹം ആവശ്യമാണെന്ന് പറയുകയും അതിനുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ആക്ടിവിസ്റ്റും കൂടിയായിരുന്നു ഈ രാജാ റാം മോഹൻ റോയ്. ബാലികാബാലന്മാരുടെ ശൈശവ വിവാഹത്തിന് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതുപോലെ രാജാ റാം മോഹൻ റോയിയുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാർ അവരുടെ അധീന പ്രദേശങ്ങളിൽ സതി എന്ന് പറയുന്ന ആചാരം നിരോധിച്ചത്. അങ്ങനെ ബ്രാഹ്മണ്യത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു ഹിന്ദുമതത്തിനുള്ളിലെ ഒരു പുരോഗമനകാരിയായിരുന്നു രാജാ റാം മോഹൻ റോയ്. അദ്ദേഹം 1828 സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജമാണ് ഈ നിലവിലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറേ കൂടി ശക്തമായ രീതിയിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമാക്കി തീർക്കാൻ ശ്രമിച്ച ഒരു സംഘടന. എന്നാൽ പിന്നീട് 1875 ആര്യസമാജം എന്ന് പറയുന്ന സംഘടന ഉണ്ടാകും. ആര്യസമാജം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ ഹിന്ദുത്വത്തിൻ്റെ ഒരു കോർ കമ്മിറ്റിയാണെന്ന് വേണം പറയാം. ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത്. സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ചാതുർവർണ്ണ്യം നിലനിൽക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്ന ഒരാളാണ്. ചാതുർവർണ്ണ്യം നിലനിൽക്കണം, അതൊരു വിശുദ്ധ വ്യവസ്ഥയാണ്, സനാതന വ്യവസ്ഥയാണ്, അത് നിലനിർത്തണം. അതിനുവേണ്ടി ജനങ്ങൾ രംഗത്തിറങ്ങണമെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല,
വേദങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ബ്രഹ്മാനന്ദ സരസ്വതിയായിരുന്നു. വേദങ്ങളാണ് വിശുദ്ധ പ്രമാണം. അത് വിശുദ്ധ പ്രമാണമായതുകൊണ്ട് ആ വേദങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാണ് സത്യം. വേദങ്ങൾ പറഞ്ഞിട്ടില്ലാത്തതൊന്നും സത്യമല്ല. അതുകൊണ്ട് ചാതുർവർണ്ണ്യം വിശുദ്ധ വ്യവസ്ഥയാണ്. ചാതുർവർണ്ണ്യം നിലനിർത്തണം. ചാതുർവർണ്ണ്യം നിലനിർത്തുന്നതിന് വേണ്ടി, വർണ്ണവ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയാണ് ആര്യസമാജം. ഈ ആര്യസമാജത്തിൻ്റെ ആത്മീയ രൂപം എന്ന് പറയുന്നത് വേദങ്ങളിൽ ഇന്ദ്രൻ, ഉഷസ്, സൂര്യൻ തുടങ്ങിയ ദേവതകളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ദേവതകളെയെല്ലാം ഈ ആര്യസമാജത്തിൻ്റെ സ്ഥാപനമായിട്ടുള്ള ബ്രഹ്മാനന്ദ സരസ്വതി തള്ളിക്കളഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹം ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ. അത് ഈ പറയുന്ന വിഗ്രഹങ്ങളിലുള്ള ദൈവമല്ല. ബ്രഹ്മം എന്ന് പറയുന്ന ദൈവമാണ്. അത് വിഗ്രഹങ്ങളിലുള്ള ദൈവമല്ല. ആ ആരാധനയെ അദ്ദേഹം എതിർത്തു. ക്ഷേത്രങ്ങളെ എതിർത്തു. മറ്റ് ഈ ഹിന്ദുമതത്തിൽ നിന്നുള്ള മുഴുവൻ ദൈവങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. അങ്ങനെ ഹിന്ദുമതത്തിൽ ഒരു ഏകദൈവ സിദ്ധാന്തം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് ഈ ആര്യസമാജം സ്ഥാപിച്ചത്. എന്ന് മാത്രമല്ല, ഈ ആര്യസമാജം എന്തുകൊണ്ടാണ് ഏകദൈവ സിദ്ധാന്തം കൊണ്ടുവന്നത്? ഏകദൈവ സിദ്ധാന്തം കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഏകദൈവ സിദ്ധാന്തം ദയാനന്ദ സരസ്വതി കൊണ്ടുവന്ന ഈ ഏകദൈവ സിദ്ധാന്തത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏകദൈവ സിദ്ധാന്തം ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിന് വളരെ ശക്തമായ ഒരു ആക്കം കൊടുക്കുന്നതാണ്. ഒരു ദൈവത്തിലേക്ക് എല്ലാവരും വിശ്വാസത്തെ കേന്ദ്രീകരിച്ചാൽ അത് ആ വിശ്വാസ ഗ്രൂപ്പിനെ സുസംഘടിതമാക്കാനും ശക്തമായി ചലിപ്പിക്കാനും സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിൽ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിലേക്ക്, ഏകദൈവത്തിലേക്ക് മുഴുവൻ ആൾക്കാരെയും കേന്ദ്രീകരിച്ചതുകൊണ്ട്, വിശ്വാസത്തെ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് മുഹമ്മദിനെ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ സാധിച്ചത്. അതുപോലെ ഇന്ത്യയിൽ ഒരു ഹിന്ദുക്കൾക്കിടയിൽ ഒരു മാറ്റമുണ്ടാക്കണമെന്നും, ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളിലൂടെ തകർന്നുപോയ ഹിന്ദുക്കൾക്കെതിരെ ഒരു മാറ്റമുണ്ടാക്കണമെന്നും അവരെ ഏകീകരിക്കണമെന്നും ആഗ്രഹിച്ച ദയാനന്ദ സരസ്വതി ആര്യസമാജത്തിൽ കൂടി ഒരു ഏകദൈവ സിദ്ധാന്തമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നാൽ അത് തകർന്നുപോയി. എന്നാൽ പിന്നീട് ഇന്ത്യയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി, ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നമുക്ക് കാണുന്നത് രണ്ട് വ്യക്തിത്വങ്ങളെയാണ്. ഒന്ന് തിലകൻ, മറ്റൊന്ന് സവർക്കർ. തിലകനും സവർക്കറും രണ്ട് ധ്രുവങ്ങളിലാണ് നാം കാണുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വത്തിന് വളരെയധികം പരിപോഷണം നൽകിയ രണ്ട് വ്യക്തിത്വങ്ങളാണ്. തിലകൻ നമുക്കറിയാം, തിലകൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവെന്ന നിലയ്ക്കാണ് നാം അറിയുന്നത്. ഇന്ത്യൻ കോൺഗ്രസിൻ്റെ നേതാവായി 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് തിലകനെ നാം കാണുന്നത്. കോൺഗ്രസിലെ തീവ്രവാദിയായിട്ടുള്ള രണ്ട് നേതാക്കളായിരുന്നു തിലകൻ. ഒന്ന് അരവിന്ദ് ഘോഷാണ്, ഒന്ന് തിലകനാണ്. തിലകൻ ഈ ഹിന്ദുമതത്തെ തീവ്രമായി പിന്തുടരണമെന്ന് പറയുന്ന ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിന്ദു തീവ്രത കാരണം 1910 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഹിന്ദുമതത്തിന് അദ്ദേഹം വർഗീയതകളയ്ക്ക് കാരണമായി തീരുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തെ പ്രസംഗം വർഗീയതകളയ്ക്ക് കാരണമായി തീരുന്നു എന്നൊക്കെ പറഞ്ഞ് 1910 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ബർമയിലേക്ക് നാട് കടത്തി അവിടുത്തെ ജയിലിലിടുകയും ചെയ്തു. അക്കാലത്താണ് അദ്ദേഹം അവിടെ നിന്ന് 1908 അദ്ദേഹത്തെ നാട് കടത്തുന്ന സമയത്താണ് അദ്ദേഹം ബർമയിൽ ഇരുന്നുകൊണ്ടാണ് ഗീതാരഹസ്യം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഗീതാരഹസ്യം എന്ന് പറയുന്ന പുസ്തകമാണ് ആധുനികമായിട്ടുള്ള കാലഘട്ടത്തിൽ ദയാനന്ദ സരസ്വതിയുടെ ആര്യസമാജത്തിന് ശേഷം മറ്റൊരു ഒരു വിശുദ്ധ ഗ്രന്ഥമായി ഉയർന്നു വരുന്നത് ഗീതയാണ്. ഗീതയുടെ കർമ്മശാസ്ത്രമാണ് ഈ തിലകൻ ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ ആത്മീയ രൂപത്തിൽ എന്ന എനിക്ക് അത് പ്രാർത്ഥന രൂപമല്ല, കർമ്മശാസ്ത്രം. അപ്പോൾ ഈ കർമ്മശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുമതത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്നുള്ള ആഹ്വാനമാണ് അദ്ദേഹം കർമ്മശാസ്ത്രത്തിൻ്റെ വിശദീകരണത്തിലൂടെ ഗീതാരഹസ്യം എന്ന പുസ്തകത്തിലൂടെ നൽകുന്നത്. പിന്നീട് ഇന്ത്യയിൽ നാം കാണുന്നത് ഫ്രീ ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി ലണ്ടനിൽ പോയി, യൂറോപ്പിൽ പോയി ഫ്രീ ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അത് നമ്മൾ RSSകാർ വീര സവർക്കർ എന്നൊക്കെ പറയുന്ന സവർക്കർ
പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹം ചില 1910 ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം സവർക്കർ അറസ്റ്റ് ചെയ്യുകയും 1924 വരെ അദ്ദേഹത്തെ ആൻഡമാനിലേക്ക് നാടുകടത്തി സെല്ലുലാർ ജയിലിൽ അടക്കുകയും ചെയ്തു. 24 ആയപ്പോൾ അദ്ദേഹം ചില മാപ്പുപേക്ഷ എഴുതി കൊടുത്തു. അദ്ദേഹം ഇന്ത്യയിൽ വന്നു. പിന്നെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനത്തിലേക്ക് മാറും. ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന പ്രസ്ഥാനം ഹിന്ദുക്കളുടെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ സംഘടന ഹിന്ദു മഹാസഭയാണ്. 1915 ഹിന്ദു മഹാസഭ സ്ഥാപിക്കപ്പെടുന്നത്. ഹിന്ദു മഹാസഭ സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ ചാതുർവർണ്ണയത്തിൻ്റെ അധികാരവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടിയാണ്. എന്നാൽ പിന്നീട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനത്തിലേക്ക് ആൻഡമാനിൽ നിന്നും തിരിച്ചു വരുന്ന 1924 വരുന്ന സവർക്കർ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനത്തിലേക്ക് മാറും. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകാതെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനത്തിലേക്ക് വരുന്നു. ഈ അവസരത്തിലാണ് അദ്ദേഹം ഒരു പുസ്തകത്തിലൂടെ ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്. ഹിന്ദുത്വ എന്ന വാക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നത് സവർക്കറിൻ്റെ പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയുമാണ്. ഹിന്ദുത്വ എന്ന വാക്കിനെ അദ്ദേഹം സവർണരുടെ ബ്രാഹ്മണ മതത്തിൻ്റെ അധികാര വ്യവസ്ഥയുടെ പുനഃസ്ഥാപനത്തിനുള്ള ഒരു രാഷ്ട്രീയം ഉൾക്കാഴ്ചയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശക്തമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നു ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. പിന്നീട് ഹിന്ദുത്വ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് ചില ഘട്ടങ്ങളിലൊക്കെ ഇന്റർനാഷണൽ കോൺഗ്രസുമായി ലിങ്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ 1906 മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോൾ ഒരു വശത്ത് മുസ്ലിം ലീഗും മറുവശത്ത് ഹിന്ദു മഹാസഭയും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അന്നത്തെ കാലത്തെ ഇന്റർനാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമരം ഹിന്ദു മഹാസഭയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കില്ല എന്ന് മനസ്സിലാക്കി സവർക്കർ ശക്തമായ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് 1925 ഒരു കോൺഗ്രസ് പ്രവർത്തകനായി രംഗത്ത് വന്ന ഡോക്ടർ ഹെഡ്ഗേവാർ, കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന വ്യക്തി. അദ്ദേഹം കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള മുസ്ലിങ്ങൾ പശുക്കളെ കൊല്ലുന്നത് കണ്ട് അത് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1925 രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന RSS സ്ഥാപിക്കുന്നു. RSSന്റെ സ്ഥാപനം ഉണ്ടായപ്പോഴാണ് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം പിന്നീട് ക്രമേണ കുറഞ്ഞു വരികയാണ്. എന്നാൽ RSSന്റെ പ്രവർത്തനം ശക്തമായി വരികയാണ്. RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയല്ല, പക്ഷേ അവരാണ് ഹിന്ദുത്വത്തെ കുറേ കൂടി കൃത്യമായി നിർവചിച്ചത്. അതിനൊരു രാഷ്ട്രീയ മുഖം നൽകിയത് RSS ആണ്. RSS വരുമ്പോൾ RSS ദയാനന്ദ സരസ്വതി പറയുന്ന പോലെ വേദങ്ങളിലേക്ക് മടങ്ങാൻ പറയുന്നില്ല. അവർ തിലകൻ്റെ ഗീതാരഹസ്യത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം സ്വാംശീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദുത്വത്തെ ആ ഹിന്ദു പ്രൊഡക്റ്റ് പുറത്താക്കി വിടുന്നത് RSS ആണ്. RSSന്റെ പ്രവർത്തനം ശക്തമായി വരുമ്പോൾ അത് ഇന്ത്യയിലെ പല മേഖലയിലും വർഗീയതകളെ ഉണ്ടാക്കും. നമുക്കറിയാം RSSന്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് നാഥുറാം ഗോഡ്സെ RSSന്റെ പ്രവർത്തനമായി വരുന്നത്, ഹിന്ദുത്വ പ്രവർത്തനമായി വരുന്നത്. നാഥുറാം ഗോഡ്സെ അങ്ങനെ RSSന്റെ പ്രവർത്തനമായിട്ടാണ് വരുന്നത്. എന്നാൽ നാഥുറാം ഗോഡ്സെ RSSന്റെ പ്രവർത്തനമായി വരുന്ന കാലത്ത് ഇത് സൈനിക രീതിയിലാണ് സായുധ പരിശീലനം നൽകുന്ന ഒരു രീതിയിലാണ് ഹിന്ദുത്വ പ്രവർത്തകർ സംഘടിപ്പിക്കുന്നത്. RSSന്റെ പ്രവർത്തനം ശക്തമായി വരുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ പല മേഖലകളിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴേക്കും 1925 ശേഷം 30 ആയപ്പോഴേക്കും മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഹിന്ദു മഹാസഭ ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിച്ചപ്പോൾ അതിന് ബദലായിട്ടാണ് യഥാർത്ഥത്തിൽ 1930 ആയപ്പോൾ പാകിസ്ഥാൻ വാദം ഉന്നയിക്കും. പാകിസ്ഥാൻ വാദം ഉന്നയിക്കപ്പെട്ടപ്പോൾ RSSന് വളരെ ശക്തമായ രീതിയിൽ ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കാൻ ഒരു ഇടം കിട്ടി. അങ്ങനെ ഹിന്ദു രാഷ്ട്രവാദവും മുസ്ലിം രാഷ്ട്രവും പാകിസ്ഥാൻ വാദവും ഇന്ത്യയിൽ ശക്തമായ അലയൊലി സ്വാതന്ത്ര്യ സമരത്തിന് സമാന്തരമായി തന്നെ അലയൊലികൾ ഉണ്ടാക്കുകയും ഇന്ത്യയെ വർഗീയമായി ഭിന്നിപ്പിക്കുകയും ചെയ്തു. ഈ വർഗീയമായ ഭിന്നിപ്പ് ഉണ്ടായപ്പോൾ അത് പല മേഖലയിലും 1946-47 മുമ്പുള്ള ഒരു വർഷക്കാലം ശക്തമായ വർഗീയതകളായി, അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകത്തക്ക രീതിയിലുള്ള വർഗീയതകളായി മാറുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഹിന്ദു രാഷ്ട്രവാദത്തിനും പാകിസ്ഥാൻ ഭാഗത്തിനു വേണ്ടിയുള്ള ശക്തമായ വർഗീയതകളിൽ മുഴുകി നിൽക്കുകയായിരുന്നു.
1948 ആ വർഗീയ കലാപം നിലനിന്നു. ഈ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ കലാപങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ കടന്നു ചെന്ന് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അന്ന് ഗാന്ധി സ്വീകരിച്ചത്. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഗാന്ധി പാകിസ്ഥാൻകാർ മുസ്ലിങ്ങളുടെ കൂടെയാണെന്ന് എന്നൊരു തോന്നലുണ്ടായി. ഗാന്ധി കാരണമാണ് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് കൊടുത്തത് എന്നൊരു തോന്നലുണ്ടാവുകയും ഗാന്ധി മുസ്ലിങ്ങളുടെ കൂടെയാണെന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്തപ്പോൾ അതിനെല്ലാം പ്രതികാരം എന്ന നിലയ്ക്കാണ് 1948 ഗാന്ധിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന കേസിൽ ഈ സവർക്കറും കേസിൽ പെടുന്നുണ്ട്. ആപ്തയും സവർക്കറും എല്ലാം കേസിൽ പെടുന്നത്. എന്നാൽ തെളിവുകൾ ഞാനതിൻ്റെ അടിസ്ഥാനത്തിൽ സവർക്കറെ വെറുതെ വിടുന്നു. എന്നാൽ ഈ ഗാന്ധിമതം ഉണ്ടായ സമയത്ത് ആ സമയത്താണ് ആദ്യമായിട്ട് RSS നിരോധിക്കപ്പെടുന്നത്. RSS ഇന്ത്യയിൽ ഇപ്പോൾ 3 തവണയാണ് നിരോധിച്ചത്. ഒന്ന് 1948 ഗാന്ധി മതം ഉണ്ടായപ്പോൾ RSS നിരോധിച്ചു. അതിനുശേഷം 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് RSS നിരോധിച്ചു. പിന്നെ 1992 ബാബരി മസ്ജിദ് തകർത്ത കാലത്ത് ഈ RSS നിരോധിച്ചു. എന്നാൽ പിന്നീട് നാം കാണുന്നത് 1950 ആയപ്പോഴേക്കും RSS ഉന്നയിച്ച രാഷ്ട്രീയം പ്രാവർത്തികമാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ജനസംഘം കടന്നു വരുന്നതാണ്. പിന്നീട് ജനസംഘത്തിൻ്റെ ഒരു ക്രമാനുഗതമായ വളർച്ച ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ജനസംഘത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നാം RSS മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ഫാസിസത്തെ പറ്റി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാസിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നാം ഫാസിസം എന്ന് പറയുമ്പോൾ ആദ്യം നാം പറയുന്നത് ഹിറ്റ്ലറിൻ്റെയും മുസോളിനിയുടെയും കാര്യമാണ്. അത് ഫാസിസം തന്നെയാണ്. ഫാസിസത്തിന് ആ പേര് കിട്ടാൻ അത് അവർ കാരണമായിട്ടുണ്ട്. പക്ഷേ ഫാസിസത്തിന് 5 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു വിശുദ്ധ രാഷ്ട്രവാദം. എല്ലാ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്കും ഒരു വിശുദ്ധ രാഷ്ട്രവാദമുണ്ട്. 2, എല്ലാ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്കും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനതയുണ്ട്. 3, എല്ലാ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്കും ഈ വിശുദ്ധ ജനതയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു ശത്രു ജനതയുണ്ട്. അടുത്തത്, ശത്രു ജനതയും വിശുദ്ധ ജനതയും തമ്മിലുള്ള യുദ്ധമാണ് 4മത്തേത്. 5മത്തെ ഘടകം ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്ര വിശുദ്ധ ജനതയുടെ സർവാധിപത്യം. ഈ 5 ഘടകങ്ങൾ ലോകത്തെമ്പാടുമുള്ള ഫാസിസത്തെ സംബന്ധിച്ചുള്ള ഫാസിസത്തിൻ്റെ നാം പരിശോധിക്കാൻ കാണാൻ. ഞാനിപ്പോൾ ഫാസിസത്തെ പറ്റി യുക്തിരേഖയിലെ ഒരു ലേഖനം, ഫാസിസത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്ന ഒരു ലേഖനം, ഒരു പരമ്പര എഴുതുന്നുണ്ട്. അതിൽ ഈ കാര്യം വിശദീകരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് വിശദീകരിക്കാം. ജർമ്മനിയിൽ ജർമ്മൻ ഈ ആര്യന്മാരുടെ ദേശം എന്ന അർത്ഥത്തിൽ ഹിറ്റ്ലറുടെ വിശുദ്ധ രാഷ്ട്രമാണ് നാസിസത്തിൻ്റെ രാഷ്ട്രവാദം. വിശുദ്ധ ആര്യൻ ജനതയാണ് ഹിറ്റ്ലറെ സംബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആര്യന്മാരുടെ ശത്രു എന്ന് പറയുന്നത് അനാര്യന്മാരാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ യഹൂദന്മാരും കമ്മ്യൂണിസ്റ്റുകളുമാണ് ആര്യന്മാരുടെ ശത്രുക്കളെന്ന് ഹിറ്റ്ലർ പറയും. ശത്രുക്കളുമായിട്ടുള്ള ഒരു യുദ്ധം ഹിറ്റ്ലർ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യന്മാരുടെ വിശുദ്ധമായിട്ടുള്ള സർവാധിപത്യം ഹിറ്റ്ലറുടെ പ്രത്യയശാസ്ത്രത്തിലുണ്ടായിരുന്നു. അതാണ് എല്ലാ ഫാസിസത്തിലും ഈ രീതി കാണാം. അത് വെച്ച് നോക്കുമ്പോൾ ഈ RSSൻ്റെ 2മത്തെ സർസംഘചാലകനായിട്ടുള്ള ഗുരുജി ഗോൾവക്കർ അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് വിചാരധാര. ആ വിചാരധാര എന്ന് പറയുന്ന പുസ്തകമാണ് യഥാർത്ഥത്തിൽ RSSൻ്റെ ബൈബിൾ എന്ന് പറയുന്നത്. വിചാരധാരയിൽ സവർണ ഹിന്ദുക്കളെ വിശുദ്ധ ജനതയായിട്ട് ആ വിചാരധാരയിൽ ഗോൾവക്കർ വിവരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല RSSൻ്റെ ഹിന്ദുക്കളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ 3 ശത്രുക്കളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം ഈ ശത്രുക്കളുമായിട്ടുള്ള ഒരു യുദ്ധം അദ്ദേഹം വിഭാവനം ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഒരു സർവാധിപത്യം അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഫാസിസ്റ്റ് ദർശനം തന്നെയാണ് RSS മുന്നോട്ട് വെക്കുന്നത്. ഈ RSSൻ്റെ ദർശനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ പ്രക്രിയകളാണ് ജനസംഘം 1950 സ്ഥാപിക്കപ്പെട്ട ജനസംഘത്തിലുള്ളത്. ജനസംഘത്തിൻ്റെ വാർത്ത നിർണ്ണയം 1952 തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന് പാർലമെൻറ്റിൽ 3 സീറ്റ് കിട്ടി. 1957 തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് കിട്ടി. 62 തെരഞ്ഞെടുപ്പിൽ 14 സീറ്റ് കിട്ടി. 67 തെരഞ്ഞെടുപ്പിൽ 35 സീറ്റായിട്ട് വർദ്ധിച്ചു.
എന്നാൽ 71 തെരഞ്ഞെടുപ്പിൽ അത് 22 സീറ്റായിട്ട് കുറഞ്ഞു. 77-ൽ പിന്നെ 75-ൽ അടിയന്തരാവസ്ഥ വരികയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘവും അതുപോലെയുള്ള പാർട്ടികളും എല്ലാം ചേർന്ന്, സോഷ്യലിസ്റ്റുകളും എല്ലാം ചേർന്ന് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി ഉണ്ടാക്കുന്നു. 1977-ൽ ജനതാ പാർട്ടിയാണ്, 80-ൽ ജനതാ പാർട്ടിയാണ്, 77 ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു, 80-ലും ജനതാ പാർട്ടിയിലാണ്. എന്നാൽ 80 കഴിഞ്ഞപ്പോഴേക്കും 1980 കഴിഞ്ഞപ്പോഴേക്കും ജനസംഘത്തിന് അതിൻ്റെ വ്യക്തിത്വം തിരിച്ചെടുക്കണം തോന്നി. അങ്ങനെ 1984-ൽ ജനസംഘം പഴയ ജനസംഘത്തിൻ്റെ ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കി, BJP ഉണ്ടാക്കി. BJPയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ജനസംഘം മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് തന്നെ ജനസംഘത്തിൻ്റെ അംഗത്വം, അതായത് RSSൻ്റെ ജനതാ പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ അവർ RSSൻ്റെ അംഗമാണ്. അങ്ങനെ 2 അംഗത്വത്തിൻ്റെ പ്രശ്നത്തിൽ ഒരു വലിയ വിഷയം ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ജനസംഘം ജനതാ പാർട്ടിയിൽ പുറത്തു വരികയും BJP ഉണ്ടാക്കുകയും ചെയ്തത്. BJPയുടെ നേതൃത്വത്തിലുള്ളവരെല്ലാം കൃത്യമായി RSSൻ്റെ നേതൃത്വത്തിലുള്ളവരും RSSൻ്റെ മെമ്പർമാരുമാണ്. ഒരു ഉദാഹരണം പറയാം. കുമ്മനം രാജശേഖരൻ ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഒരിക്കലും അത് BJPക്കാരായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കേരളത്തിലെ BJPക്ക് ഒരു അധ്യക്ഷനെ വേണമെന്ന് RSS തീരുമാനിച്ചപ്പോൾ RSSകാരനായ BJPയുടെ പ്രാഥമികമായിട്ടുള്ള മെമ്പർഷിപ്പ് ഇല്ലാത്ത കുമ്മനം രാജശേഖരനെയാണ് RSSൻ്റെ തീരുമാനപ്രകാരം BJPയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അത് വേറെ പാർട്ടിയിൽ അങ്ങനെയില്ല. പക്ഷേ അത്രത്തോളം ആഴത്തിൽ BJPയുടെ സ്വാധീനം, BJPക്കുള്ളിൽ RSSൻ്റെ സ്വാധീനമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്, ഞാനൊരു RSSകാരനാണെന്ന് പറയുന്നുണ്ട്. വാജ്പേയി ഒരു RSSകാരനായിരുന്നു, LK അദ്വാനി ഒരു RSSകാരനാണ്. BJPയുടെ നേതാക്കളെല്ലാം RSS പ്രവർത്തകർ തന്നെ. ഇന്നും BJPയെ നിയന്ത്രിക്കുന്നത് RSS തന്നെയാണ്. ഇന്നും BJPയെ നിയന്ത്രിക്കുന്നത് RSS ആണ്. ഈ BJPയുടെ ഒരു വളർച്ച നിങ്ങൾ നോക്കാം. 1984-ൽ 2 അംഗങ്ങളെ ഉള്ളായിരുന്നു പാർലമെൻറ്റിൽ. എന്നാൽ 89 ആയപ്പോഴേക്കും 85 അംഗങ്ങളായി. 91-ലെ തെരഞ്ഞെടുപ്പിൽ 119 അംഗങ്ങളായി. 1996-ലെ തെരഞ്ഞെടുപ്പിൽ 161 അത് വളർന്നു. 1998-ലെ 182 അംഗങ്ങളായി. 1999-ലെ തെരഞ്ഞെടുപ്പിൽ 181 അംഗങ്ങളായി. 1996-ൽ 13 വാജ്പേയി ഗവൺമെൻറ് 13 ദിവസം അധികാരത്തിൽ വന്നു. 1998-ലും 99-ലും അവർ വീണ്ടും അധികാരത്തിൽ വന്നു. 2014-ൽ നരേന്ദ്രമോദി സമ്പൂർണ്ണമായ അധികാരത്തിൽ വന്നു. വീണ്ടും ഈ കഴിഞ്ഞ വർഷം വീണ്ടും അധികാരത്തിൽ വന്നു. അത് ഇപ്പോൾ ഒരു അപ്രതിരോധ്യമായിട്ടുള്ള അധികാരമാണ്, സമഗ്രമായ ഒരു ആധിപത്യം അവർ സ്ഥാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇത്ര ഒരു ആധിപത്യത്തിലേക്ക് വന്നത്. ഈ ആധിപത്യം വരുമ്പോൾ അത് അവിടെ ഈ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കുപ്രസിദ്ധമായിട്ടുള്ള 2002-ൽ കുപ്രസിദ്ധമായിട്ടുള്ള മുസ്ലിം വേട്ട നടന്ന് നമ്മൾ അറിയാം. 2000-ഓളം മുസ്ലിങ്ങളെയാണ് കൊന്നുകളഞ്ഞത്. ഒരു വർഗീയ ലഹള ഉണ്ടായി 2000-ഓളം മുസ്ലിങ്ങളെ കൊന്നുകളഞ്ഞു. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അമിത്ഷാ എന്ന് പറയുന്നത്. അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന അമിത്ഷാ എന്ന് പറയുന്നു. അമിത്ഷാ അതിനുശേഷം അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുകയും അമിത്ഷായ്ക്ക് ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ ചാർജ് കൊടുക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ അമിത്ഷായ്ക്ക് BJPയുടെ ചാർജ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്ന സമയത്താണ് കുപ്രസിദ്ധമായ മുസാഫർ നഗർ കലാപം ഉണ്ടാകുന്നത്. 100 ആൾക്കാരെ കൊന്നുകളഞ്ഞ മുസാഫർ നഗർ കലാപം ഉണ്ടാകുന്നത് അമിത്ഷാ അവിടുത്തെ പാർട്ടിയുടെ ചുമതലക്കാരനായിരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു BJPയുടെ വളർച്ച എന്ന് പറയുന്നത് വർഗീയ കലാപത്തിലൂടെയാണ്. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും ആ വർഗീയ കലാപങ്ങളിൽ കൂടി രാഷ്ട്രീയമായിട്ടുള്ള ഊർജ്ജം പകർന്നെടുക്കുകയും ചെയ്യുന്നു. 1989 തൊട്ടാണ് അവർ രാമജന്മഭൂമി കലാപം ഉണ്ടാക്കി, 5 പേര് കലാപം ഉണ്ടാക്കിയത്. ആ കലാപത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച അധികാരത്തിലേക്ക് വാജ്പേയിയുടെ ഗവൺമെൻറ് 96-ൽ വാജ്പേയിയുടെ ഗവൺമെൻറ് ഉണ്ടാകുന്ന ആ തരത്തിലേക്ക് BJP വളർന്നത് ഈ രാമജന്മഭൂമിയുടെ പേരിലുള്ള കലാപത്തിലൂടെയാണ്. അപ്പോൾ ഇത് കലാപങ്ങൾ ഉണ്ടാക്കിയ കലാപങ്ങളിൽ നിന്നും ഊർജ്ജം സംഭരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ്. ഇപ്പോൾ ബംഗാളിൽ കഴിഞ്ഞ ദിവസങ്ങളെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, കലാപങ്ങളാണ് ഉണ്ടാകുന്നത്. പോലീസ് വെടിവെപ്പ് ഉണ്ടാകുന്നു, പട്ടാളം വെടിവെക്കുന്നു, ജനങ്ങൾ മരിക്കുന്നു, കലാപമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കലാപത്തിൽ കൂടി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ കലാപങ്ങൾ ഉണ്ടാക്കും. ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പുമായി അവിടെ ബംഗാളിൽ BJP അധികാരത്തിൽ വരും. അങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുക, ആ കലാപങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായ ഊർജ്ജം പരുക, ആ ഊർജ്ജത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഹിന്ദു ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഒത്തിരി പറയുന്നില്ല. പശുവിൻ്റെ പേരിലൊക്കെയുള്ള കൊലപാതകങ്ങൾ, ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ രോഹിത് വെമുലയുടെ ആത്മഹത്യക്ക് ഇടയായ കലാപ പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമകാലിക പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, നാം ഇന്ത്യയിൽ ഹിന്ദു ഫാസിസത്തെ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ഫാസിസത്തിനെതിരെ ശക്തമായ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയുമായി ഹിന്ദു ഫാസിസ്റ്റുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഏത് നിമിഷവും ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ വ്യവസ്ഥ അട്ടിമറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആ ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ, ഹിന്ദു ഫാസിസത്തിനെതിരെ ശക്തമായ ഒരു പ്രതിരോധ നില, ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള ശക്തമായ ഒരു പ്രതിരോധ നില ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മളുടെ ഭാവി ഇരുണ്ടതായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത് ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു.